ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനു വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഈ ഭാഗത്തേക്ക്, നമ്മളെ നാട്ടിലേക്കൊക്കെ നല്ല മഴ ഉണ്ടായി ഇന്നലെ രാത്രിയിലിട്ടാ. നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 1 മണി 1:30 2 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ 1 മണി 1:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 മണിയൊക്കെ ആ ടൈമിലൊക്കെ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും മഴയൊക്കെ പെയ്താ ഇവിടെയൊക്കെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ കുറച്ചൊക്കെ ഒരു ചൂടിന് വൈകുന്നേരം ഇപ്പോൾ ആയപ്പോഴൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. ചൂടിനൊക്കെ ആദ്യത്തേതിനേക്കാളൊക്കെ ആദ്യം നമ്മൾക്ക് ചൂടെടുത്തിട്ടൊന്നും വയ്യായിരുന്നല്ലോ. ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അല്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല തണുപ്പൊക്കെ കുറച്ചൊക്കെ ഒന്നായി. നല്ല ചൂടങ്ങോട്ട് മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടിരുന്നു. കല്യാണമാണ്, 13-ാം തീയതി ഒരു കല്യാണം ഉണ്ട് മാമൻ്റെ മോൻ്റെ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. മൈലാഞ്ചി ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. എൻ്റെ നഖത്തുനിന്ന് മൈലാഞ്ചി പോകണ മുന്നേ തന്നെ കൈൻ്റെ അടിയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പരിപാടി കല്യാണം എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഇടുള്ളൂ. പിന്നെ നഖത്തിൽ എപ്പോഴും എൻ്റെ നഖത്തിൽ ചുവപ്പുണ്ടാവും കേട്ടോ. അതിനെപ്പോഴും മൈലാഞ്ചി ഇട്ടിട്ടാണ്. അപ്പോൾ കാണുന്നവർക്കൊക്കെ എന്നിട്ടൊരു പറച്ചില്ല, എപ്പോഴും മൈലാഞ്ചി ഇട്ടിട്ടാണ്. ഇപ്പോൾ അതാ ഞാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും പിന്നെ ദോശയ്ക്ക് കറി തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പിന്നെ അത് അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കുകയാണ്. പണിക്കാരുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പം സൺസൈഡിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ചുവപ്പ് മണ്ണുണ്ടല്ലോ, അത് നമ്മൾ അവിടെ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ ഇട്ടപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ചുമരുമൽക്കൊക്കെ ചളി തെറിക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ഭാഗം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മെറ്റലിട്ട് നിറച്ചാൽ പിന്നെ അങ്ങനെ വല്ലാണ്ട് ചളി തെറിക്കില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചാക്ക് ഇങ്ങനെ സിമെൻറ്റിൻ്റെ നമ്മൾ ചാക്കൊക്കെ ഉണ്ടാവില്ലേ, ആ ചാക്ക് ഇങ്ങനെ കീറിയിട്ട് അങ്ങനെ നീളത്തിൽ വെച്ചെടുത്തൊക്കെയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ആ ചാക്കാണ് അവിടെ കൂട്ടി കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 പണിക്കാരുണ്ട്. നമ്മൾ അടുത്തുള്ള തന്നെയാണ് കേട്ടോ. ഒരാൾ ഒന്ന് ഇങ്ങനെ ബംഗാളിയാണ്, കൊൽക്കത്ത അവിടെ ഉള്ളതാണെന്ന് പറഞ്ഞ് അവരെ കൂടെ പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ചളി തെറിക്കണ നല്ല ഭാഗം മാത്രം ഇങ്ങനെ കെട്ടണുള്ളൂ, അല്ലാത്ത ഭാഗങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അത് 4 മാങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടുണ്ട്. ജ്യൂസ് അടിച്ച് ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു. അപ്പോൾ അവനക്കും ഒരു ഗ്ലാസ് കൊടുക്കുക. പിന്നെ പണിക്കാർക്ക് നല്ല ചൂടായിരുന്നു. അപ്പോഴൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പോൾ അവർക്കും ഓരോ ഗ്ലാസ് കൊടുക്കുക എന്നുള്ളതിലേക്ക് പിന്നെ ചായ ഒന്നും രാവിലെ ചായ വന്ന പാട് ചായയും ബേക്കറിയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് അവർക്ക് ചോറ്. അതിൻ്റെ മുന്നേ ആയിട്ടാണ് ഞാൻ ഈ ജ്യൂസ് കൊടുക്കുന്നത്. പിന്നെ ചോറ് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ അല്ല പിന്നെ കൊടുത്ത്, പിന്നെ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ അങ്ങനെ കലക്കി കൊടുത്ത്. ഇപ്പോൾ ചായ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ 3 മണി വരെ ഉള്ളൂ അവർക്ക് കേട്ടോ. 3 മണി ആയാൽ പിന്നെ അവർ പോകും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ വെന്ത് ഈ ഒരു ടൈമിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് എപ്പോഴും വേണം. പിന്നെ നമ്മൾക്കന്ന് വെത്തളാണ് മീൻ കിട്ടിയിരുന്നത്. വെത്തൾ എന്ന് തന്നെ പറയുന്നത്. പലയിടത്തും പലതാണ് പറയുമല്ലോ അല്ലേ. ഇവിടെ വെത്തൾ എന്നാണ് പറയുക. അപ്പോൾ വെത്തൾ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് ആണ് കറി വെക്കുന്നത്. ആദ്യം വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1.5 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട്, പിന്നെ തക്കാളി 2-3 പച്ചമുളകൊക്കെ ഇട്ട് നല്ല ഒന്ന് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല ഒന്ന് കൂട്ടി കുഴച്ച് അതിന് ശേഷം പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ അതൊക്കെ അതിലിട്ട് കൊടുത്ത് പിന്നെ നല്ല തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ല തിളച്ചതിന് ശേഷമാണ് വെത്തലിട്ടെടുത്തത്. വെത്തലിനൊന്നും പിന്നെ അധികം വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വേവുമല്ലോ. അങ്ങനെ പെട്ടെന്ന് വെന്തിട്ട് നമ്മളെ കറിയൊക്കെ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉലുവൊക്കെ ഇട്ടൊന്നിങ്ങനെ വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വെത്തൽ പൊരിക്കാനാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ വെത്തൽ പൊരിക്കണ ഒരു വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും എണ്ണ ഒഴിക്കണ വരെ ഉള്ളൂ തോന്നുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ചീര ഉണ്ട്, നല്ല ചുവപ്പ് ചീര ഉണ്ട്. ആ ചീര കുറേ 2-3 പ്രാവശ്യം ഞാൻ പൊട്ടിച്ചിരുന്നിട്ട് ഇപ്പോൾ നിറച്ച് വീണ്ടും ഇല ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇല നമ്മൾ ഇങ്ങനെ കുറച്ച് ആവശ്യത്തിന് മാത്രം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ, കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ വെറുതെ എല്ലാം കൂടി പൊട്ടിച്ച് നാശാക്കണ്ടല്ലോ. അപ്പോൾ കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഈ നമ്മളെ ചീരയാണ് ഉപ്പേരി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായിട്ട് നമ്മളത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. ഇതുപോലെ അങ്ങനെ വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ. ഇപ്പോൾ തന്നെ നേഹമോളും നശ്മി അവർക്ക് കടയിലേക്ക് പോകണം, മിഠായി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും എൻ്റെ അടുത്ത് നിന്ന് ക്യാഷൊക്കെ വാങ്ങി കൊണ്ടുപോവാണ്.
ചീരേൻ്റെ ഇല ഞാൻ 2-3 പ്രാവശ്യം ഞാൻ തന്നെ പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇതുപോലെ പെരുന്നാളിനാണ് തോന്നുന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് കുറച്ച് ഇതുപോലെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ഈ ചീര. അപ്പോൾ ഉമ്മാക്ക് കുറച്ച് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ ഇതാ ചീരയൊക്കെ കുറച്ചൊക്കെ ഞാനിവിടെ ഒന്ന് പറിച്ചെടുത്ത് നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീര ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുകിട്ട് ചീര ഒരു ഹാഫ് വേവായതിന് ശേഷം തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് തേങ്ങയും പിന്നെ എന്താ പറയുക പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ മുരിങ്ങേൻ്റെ ഇല ചീരേൻ്റെ ഇല ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. മുരിങ്ങേൻ്റെ ഇലയൊക്കെ നല്ല ഇഷ്ടമാണ്. മുരിങ്ങേൻ്റെ ഇല ഉണ്ടാക്കി ഞാൻ ചോറ് കഴിക്കണമെന്നല്ല ഉണ്ടാക്കി അപ്പം തന്നെ ഒരു പാത്രത്തിലിട്ട് അങ്ങനെ കഴിക്കും. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ മുരിങ്ങേൻ്റെ ഇല ചീരേൻ്റെ ഇലയൊക്കെ കഴിക്കാനൊക്കെ. നമ്മളെ ഫ്രണ്ട്സുകളെ എല്ലാവരുടെ വീഡിയോസും കാണാൻ പറ്റുന്നവരതൊക്കെ എല്ലാവരതൊക്കെ കാണലുണ്ട്. കാണാൻ പറ്റുന്നവരതെന്നല്ല എല്ലാവരും കാണലുണ്ട്. കാണുമ്പോൾ ഫുള്ളായിട്ട് തന്നെയാണ് കാണൽ കേട്ടോ. സ്കിപ്പ് ചെയ്യാറൊന്നുമില്ല. പിന്നെ എല്ലാവരും വീഡിയോക്കും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ചോറിൻ്റെ ഒക്കെ ടൈമായി 12 മണിയായി. 12 മണിയായപ്പോൾ അവർക്ക് ചോറൊക്കെ റെഡി ആയപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് വിളമ്പട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ ചോറ് വിളമ്പിക്കോളെന്ന് പറഞ്ഞപ്പോൾ ചോറും കറിയും ചീരപ്പേരി പിന്നെ വെത്തൽ പൊരിച്ചത് പപ്പടം അതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അവരെ പണി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ മെറ്റലൊക്കെ അപ്പോഴത്തേന് നിറച്ച് നല്ല പണിയെടുത്തിരുന്നു കേട്ടോ. ഒരു കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ അയൽവാസിത്തെ കുട്ടികൾ തന്നെ നമ്മളെ നാട്ടിലെ കുട്ടികൾ തന്നെ ആകുമ്പോൾ അവരോട് നമ്മൾക്ക് പറയാമല്ലോ അത് ചെയ്യ് ഇത് ചെയ്യ് നമ്മൾക്കത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തത് നമ്മൾക്ക് ഇതുണ്ടെങ്കിൽ അതങ്ങനെ വേണ്ടിയിരുന്നു അത് മാറ്റി ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾക്ക് പറഞ്ഞ് അവരോടൊക്കെ പുറത്തുള്ളവരൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മൾ പറയണതിനേക്കാളും നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ഫിനിഷാക്കിയിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസമായി ഇന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ അങ്ങനെ ഡെയിലി വീഡിയോ ഇടാറില്ല. 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നരയോടെ അങ്ങനെയൊക്കെയാണ് വീഡിയോ ഇടുന്നത്. വീഡിയോ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര മടി. ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര മടി ഇങ്ങനെ എന്തൊരു ചെയ്യാനും. പക്ഷെ ഡെയിലി നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തു പോകും. ഇപ്പോൾ ഇക്കാക്കയാണ് കേട്ടോ മൂത്തച്ഛന് അവിടെ ഇക്കാൻ്റെ ജ്യേഷ്ഠനാണ് പള്ളിക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പം എന്തേ പറഞ്ഞു തന്നത്. അപ്പോൾ തന്നെ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കണം ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിപ്പോൾ ഞാൻ പറയില്ല മാമൻ്റെ മോൻ്റെ കല്യാണമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി കല്യാണ വീഡിയോകളൊക്കെ ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും എൻ്റെ പഴയ വീഡിയോ ഒക്കെ കുറേ ഉണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിവിടെ വാച്ച് ഓവറൊന്നും ആയിട്ടില്ല. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.